ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് പ്ലം കേക്ക് എങ്ങനെ ഓവനില്ലാതെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അതിൽ 3/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസ് പരുവാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ കാണിച്ചതാണ് നമ്മുടെ മെഷർമെൻറ്റ് കപ്പ്. അതിലാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുന്നത്. ഇങ്ങനെ ലൂസാക്കി വെച്ച് നമ്മൾ കാരമലൈസിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടി, ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ്, പിന്നെ ഉണക്കമുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് എല്ലാം ഇടുക. എല്ലാം ഇട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വേവിച്ച് കുഴച്ചെടുക്കരുത്. ഒന്ന് തിളച്ച് ഒരു പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് ഇതിൽ നമ്മൾ 1.5 കപ്പ് പഞ്ചസാര ഇട്ടതിൽ ബാക്കിയുള്ള 3/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ച് അതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അത് മിക്സിയുടെ ജാറിലോട്ടിടുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര അതും ഇട്ട് നന്നായി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിട്ട് ഇതേപോലെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിക്കുക. പിന്നെ നമ്മൾ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതൊരു അരിപ്പ അരിച്ച് നമ്മൾ ഈ മുട്ടയുടെ ഇതിലോട്ട് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്, അതും ഇടുക. പിന്നെ ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. എല്ലാ വശമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച മറ്റേ കാരമലൈസ് ചെയ്ത സാധനങ്ങളില്ലേ, അതെല്ലാം കോരി തട്ടിയിട്ട് വീണ്ടും മിക്സിങ് തുടരുക. മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലം കേക്കാണ്. വലിയ ആഡംബരമൊന്നുമില്ല. ജസ്റ്റ് ഫോർ എ ട്രൈ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഈ പരുവമാണ് നമുക്ക് വേണ്ടത്. പരുവത്തിലെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ബട്ടർ പേപ്പറാക്കിയിട്ട് സൈഡിൽ ബട്ടറൊക്കെ തേച്ചിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ദോശക്കല്ല് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമ്മൾ. അതിലേക്കൊരു വട്ടപാത്രം വച്ച് ഈ കുക്കർ, നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച കുക്കർ അതിൻ്റെ മുകളിലോട്ട് വെച്ച് വയ്ക്കുക. ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തായി എന്ന്. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതേ കണക്കായി. വിസിലിടരുത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ നോക്കുമ്പോൾ നമ്മൾ കേക്ക് നല്ല കൂടുതലായിട്ട് കഴിഞ്ഞ് നല്ല സെറ്റപ്പായിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക്. ഇതൊന്ന് വിട്ട് വരാൻ ഒരു അരമണിക്കൂറെങ്കിലുമൊക്കെ എടുക്കും. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. നല്ല സിമ്പിളായിട്ട് നമ്മുടെ കുക്കറിൽ നിന്ന് കേക്ക് വന്നിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് കിട്ടുമെന്ന്. മിക്കപ്പോഴും പാളിപ്പോകാറാണ് ചാൻസ്, പക്ഷെ ഇത്തവണ ശരിയായി. നല്ല ക്രീമെല്ലാം കാച്ചി നല്ല കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയുള്ളൊരു കേക്ക് നമ്മൾ കടയിൽ പോയി വാങ്ങണമെങ്കിൽ എത്രമാത്രം പൈസ കൊടുക്കണം. ഇതൊക്കെ സിമ്പിളല്ലേ. നമുക്ക് നമ്മളൊക്കെ പ്ലം കേക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ഫ്ലഫി കേക്ക് സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം. അത് എങ്ങനെ ഉണ്ടെന്നറിയണമല്ലോ. വരാത്ത ബുദ്ധിമുട്ട്. പുറമേ കാണുന്ന പോലെയല്ല, അകവും സൂപ്പറാണ്. എന്തായാലും സൂപ്പർ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കഴിഞ്ഞു പോയി എങ്കിലും
ഹാപ്പി ന്യൂ ഇയർ.